വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. റേഡിയോ സംസ്കാരം ബിജെപിയുടെ പുതിയ രീതിയാണ്. അതായത് നമ്മൾ അവര് പറയുന്നത് കേൾക്കുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത്. ആ മൻ കി ബാത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് മോദിയുടെ മാധ്യമ ഭയം. ആ സംസ്കാരത്തോട് മലയാളികൾ എന്നും വെറുപ്പാണ് വെച്ചു പുലർത്തിയത്. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മണ്ണിന് ഒരു മണമുണ്ട്. ആ മണമാണ് ഈ മണ്ണിൽ ജനിച്ചവരൊക്കെ ശ്വസിക്കുന്നുള്ളത്. എന്നാൽ ചിലരുണ്ട് ഉത്തരേന്ത്യയിലെ സംഘി സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ച മണം ശ്വസിക്കുന്ന ആളുകൾ. അവർക്ക് ഈ മലയാള മണ്ണിന്റെ മണം ആസ്വദിക്കാൻ പറ്റില്ല. കാരണം അവർ ചാണകഗന്ധം ശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളും അവരും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട്. പറഞ്ഞു വരുന്നത്, നടൻ പൃഥ്വിരാജിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സംഘി മാധ്യമങ്ങൾ ഒന്നടങ്കം രംഗത്ത് വന്നപ്പോൾ പല ആളുകളും നിശബ്ദരായി നിന്നു. പക്ഷേ മലയാളി സമൂഹം, അതായത് നടന്മാരൊക്കെ മിണ്ടാതിരുന്ന സമയത്ത് മലയാളികൾ സൈബർ ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ഒടുവിൽ ജനം ടിവിക്ക് പോസ്റ്റ് മുക്കിയിട്ട് ഓടി ഒളിക്കേണ്ടിയും വന്നു. പക്ഷേ ഇപ്പോൾ അതല്ല വിഷയം. അക്കൂട്ടത്തിൽ നിന്ന് തന്നെ, അതായത് ബിജെപിയുടെ പാനലിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനമാണ് സംഘികൾക്കെതിരെ ഉയർന്നു വരുന്നുള്ളത്. ജനം ടിവിയുടെ പരാമർശം അത് വളരെ മോശമായി എന്നുള്ളതാണ് നടൻ സുരേഷ് ഗോപി വിളിച്ചു പറയുന്നുള്ളത്. അതായത് സുരേഷ് ഗോപിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്, പ്ലീസ് 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 എന്നുള്ളതാണ്. അതായത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ആ പോസ്റ്റ് വളരെ വ്യക്തമായി ജനം ടിവിയുടെ സുകുമാരൻ പരാമർശത്തിൽ വളരെ വ്യക്തമായ വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട്. പൃഥ്വിരാജിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ നമുക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ, അദ്ദേഹത്തിന്റെ അച്ഛനെ, അദ്ദേഹത്തിന്റെ പരമ്പരയെ മോശമാക്കി ചിത്രീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് ചെയ്യുന്നവർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് ജനം ടിവിക്ക് ഒരു കൊട്ടുകൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നുള്ളത്. അതായത് ജനം ടിവിക്ക് ജനം ടിവിയുടെ പാളയത്തിൽ നിന്ന് തന്നെ ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇവിടെയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ആദ്യമേ പറയുന്നുള്ളത്, ജനം ടി വി ആയാലും സംഘികളായാലും അവരുടെ സംസ്കാരം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനാവില്ല എന്ന്. കാരണം അവർ പിന്തുടരുന്നത് റേഡിയോ സംസ്കാരമാണ്. അവര് പറയുന്നത് മാത്രമേ നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാലങ്ങളായിട്ട് അവർ ചെയ്യുന്നുള്ളത്. ആ സംസ്കാരം ശരിയല്ല എന്ന് സുരേഷ് ഗോപി, ബിജെപിയുടെ MP തന്നെ തുറന്നു പറയുമ്പോൾ ബിജെപിക്കാർ കാണിക്കുന്ന പേക്കൂത്തുകളുടെ പച്ചയായിട്ടുള്ള മുഖം തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും സുരേഷ് ഗോപി പൃഥ്വിരാജിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് സംഘികൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അവിടെയും താരരാജാവായി മാറുന്നത് പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.